ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് ഓൾവേസ് ഹോം. ഈ ഡ്രാമ കുറേ പേര് കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഈ വീഡിയോക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. സോ ഡ്രാമ തുടങ്ങുന്ന തന്നെ നമ്മുടെ ഹീറോയിനെ കാണിച്ചുകൊണ്ടാണ്. അവളിപ്പോൾ അവളുടെ ഫാമിലി ആയിട്ട് താമസം മാറി ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് ചെല്ലുക. അങ്ങനെ ഇവളുടെ പേര് ചെൻ ഹുവാൻ. അങ്ങനെ ഇവളുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് തൊട്ടടുത്താ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയതായിട്ട് ഈ വീട്ടിൽ പരിചയപ്പെടാനൊന്നുമില്ല. എല്ലാവരും തമ്മിൽ നല്ല പരിചയമുള്ള, അതായത് അവളുടെ അമ്മയ്ക്ക് മാത്രം. അങ്ങനെ കൊച്ചിലെ ഇവരെയൊക്കെ കണ്ടുകൊണ്ട് പാവ ഹുവാന് ഇവരാരാന്നൊരു പിടിയും കിട്ടത്തില്ല. അതിനുശേഷം അവളുടെ അമ്മ ആശുപത്രിയിൽ വന്നറിഞ്ഞു പോകുമ്പം ഇവൾ അച്ഛൻ്റെ കൂടെ ചേർന്ന് ലഗേജൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും. അപ്പരാണ് ഒരു കാക്കയോ മറ്റോ പക്ഷിയോ ഒന്ന് ഇവളുടെ തലയ്ക്കകത്ത് അങ്ങ് തൂറിയിട്ട് പോകും. ഇതൊന്നും അറിയാതെ അവൾ വായി നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹീറോ ജിങ്ഷിയാണ് ഇവളുടെ തലയ്ക്കകത്ത് എന്തോ ഇല്ല പക്ഷി തൂറിയിട്ടേക്കെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവളും കുറച്ച് നാണക്കേടോടെ അതൊക്കെ തുടച്ചളയുമ്പോഴാണ് ഇവളിപ്പോ ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നില്ലെന്ന് ചോദിക്കും. അങ്ങനെ അവന്റെ വീട് മുകളിലാന്ന് പറഞ്ഞിട്ട് ഇവൾ അവളുടെ പേര് പറയുന്ന മുമ്പേ തന്നെ അവ സ്ഥലം വിട്ടങ്ങ് പോകും. അങ്ങനെ കണ്ടപ്പോലെ തന്നെ ഇവൾക്ക് അവനോട് ചെറിയ ക്രഷായി. അങ്ങനെ അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ഹുവാനെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സാറ് ഇവരെ പരിചയപ്പെടുത്തുമ്പം ഇവള് കയ്യൊരു പേപ്പറായിട്ട് എല്ലാവരും ഫ്രണ്ട് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. പക്ഷെ സാറാണ് എല്ലാവരും പഠിക്കാനുള്ളതുകൊണ്ട് ഇവളിനെ ഒന്ന് സംസാരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് സീറ്റ് ചെന്നിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളും സെറ്റപ്പ് ചെയ്തെല്ലാം വേസ്റ്റ് ആയി പോയെന്ന് പറഞ്ഞ് അവളുടെ സീറ്റ് വന്നിരിക്കുമ്പോഴാണ് ഇവളുടെ ക്ലാസ് ലീഡറും ഇവൾ ഏത് സ്ഥലത്ത് നിന്ന് മാറിയെന്ന് ചോദിക്കും. അങ്ങനെ ഹുവാനും സീഷു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് മാറിയെന്ന് പറയുമ്പം ഇവരെല്ലാരും കൂടെ അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഷോക്കായിരിക്കും. അപ്പോഴാണ് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ജിങ്ഷിയും അത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ ഇവനെ ക്ലാസ്സിൽ കണ്ട ഉടനെ അവളും കുറച്ച് ഹാപ്പിയായി. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഉച്ച സമയത്ത് ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഹുവാനാണ് എല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഇവിടെ ക്യാൻറ്റീനൊന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ അടുത്തിരിക്കുന്ന കൊച്ചും ഈ സ്കൂളിൽ ക്യാൻറ്റീനൊന്നും ഇല്ല, എല്ലാവരും ഫുഡാണ് കൊണ്ടുവരേണ്ടെന്ന് പറയും. പക്ഷെ ഹുവാൻ ഇന്ന് കൊണ്ടുവരാത്തോണ്ട് അവള് ഹുവാന്റെ കൂടെ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവളുടെ പേര് ഷീഷി. അങ്ങനെ രണ്ടുപേരും കൂടി ഇപ്പൊ സംസാരിച്ച് ഫ്രണ്ട് ആകുമ്പോഴാണ് അവിടേക്ക് വന്ന് ജിങ്ഷിയാണ് നിങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്, എനിക്ക് സാൻഡ്വിച്ച് വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞ് ആ ഷീഷയോട് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ ഇവന് ഷീഷയോട് ഒരു ക്രഷ് ഉണ്ട്. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിക്കുമ്പോഴാണ് അവള് ഹുവാനോട് നാളെ വേറെ പരീക്ഷ ആയതുകൊണ്ട് ഇവള് വേണം പരീക്ഷ കാണിച്ചു തരാമെന്ന് ഹുവാനോട് ഇപ്പൊ സഹായം ചെയ്യിക്കും. പക്ഷെ ഹുവാനാണ് ഇവിടെ പേടിച്ചിരിക്കുക. അവളിപ്പോ ആകെ ഇങ്ങോട്ട് മാറി എന്നേ ഉള്ളു, അല്ലാതെ അവൾ അത്തത്തി പഠിത്തത്തി ബുജ്ജിയൊന്നല്ലെന്ന്. പക്ഷെ ഷീഷയാവുന്ന കണക്കെടുക്കാതെ നീയൊക്കെ വലിയ ബുജ്ജിയാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇവരും പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ആ ക്ലാസ് ഏറ്റവും ലാസ്റ്റ് വരുന്ന രണ്ടുപേര് ഹുവാനും പിന്നെ അവളെ കോപ്പി അടിച്ച ഷീഷിയാണ്. അങ്ങനെ അതുകൊണ്ട് സാറാണ് നിനക്ക് കോപ്പി അടിക്കണമെങ്കിൽ പോലും പഠിക്കുന്ന ഒരാൾ നോക്കി കോപ്പി അടിച്ചോടെ പറഞ്ഞിട്ട് ഷീഷി ഇവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ സാറ് ഹുവാനെ കണ്ടിട്ട് ഇവളുടെ പഴയ സ്കൂളിൽ നല്ല മാർക്ക് ഉണ്ടായിട്ട് എന്തിനാ ഇവിടുത്തെ ബേസിക്സ് പോലും അറിയാതെ ഇവള് ലാസ്റ്റ് വന്നേം ചെയ്യിക്കും. അതേസമയം ഇവരുടെ കൂടെ തന്നെ ജിങ്ഷിയും മാർക്കില്ലാതെ സൈഡിൽ വന്ന് നിൽക്കുമ്പോഴാണ് സാറാണ് ഇവനെ കണ്ടിട്ട് ഈ തവണ എങ്ങനാടാ നീ ലാസ്റ്റ് വരാതെ കുറച്ച് എക്സ്ട്രാ മാർക്ക് വാങ്ങിച്ചെന്ന് അറിഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ മൊത്തം ഇപ്പൊ സന്തോഷത്തില്ല. പക്ഷെ അളിയെ ലാസ്റ്റ് വരാത്തുള്ള കാരണം ഇവ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഉള്ളതുണ്ട്. അതുകൊണ്ട് അവനിപ്പോ ഫുൾ കോൺഫിഡൻസ് ആയി ഇനി തൊട്ട് അവൻ ലാസ്റ്റ് വരത്തില്ലെന്ന്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഹുവാനാണ് അവളുടെ അമ്മയെ പറഞ്ഞ് എങ്ങനെയൊക്കെ സമാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവൾ പുറത്തിരുന്ന് കരയുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കും. പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിട്ട് വാങ്ങിച്ചോണ്ട് അവളുടെ അമ്മയെടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ ഇവൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അങ്ങ് മുകളിൽ നിന്ന് ജിങ്ഷിയും അവന്റെ കൂട്ടുകാരനും കൂടെ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവള് വീടിനകത്ത് കയറി ചെന്നിട്ട് ഒരു പക്ഷെ കരച്ചിലൊന്നില്ല അമ്മ കണ്ടുപിടിക്കുന്ന പറഞ്ഞ് അവൾ ബാത്റൂമിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മയാണ് അവിടേക്ക് വന്നിട്ട് നീ പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട, ഇവൾ കുറഞ്ഞ മാർക്ക് വാങ്ങിച്ച കാര്യമൊക്കെ അവളുടെ ടീച്ചർ വിളിച്ചറിഞ്ഞെന്ന് പറയും. അങ്ങനെ പുതിയ സ്കൂളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് അവളുടെ അമ്മ സമാനപ്പെടുത്തുമ്പോഴാണ് ഇവൾക്ക് അപ്പോഴായിരിക്കും ആശ്വാസം വരുന്നത്. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി ഹുവാന്റെ അമ്മയും അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളെയും വിളിച്ചോണ്ട് അവിടെ ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഹുവാന് മനസ്സിലാവുന്ന ഇവളുടെ അമ്മയുടെ ഫ്രണ്ട് ജിങ്ഷിയുടെ അമ്മയാണെന്ന്. അങ്ങനെ ഇവരൊക്കെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം അതേസമയം അവിടേക്ക് ജിങ്ഷിയുടെ അച്ഛനും വരും. അങ്ങനെ ഇദ്ദേഹമാണ് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ താമസിച്ചൊക്കെ വീട്ടിലെത്തുള്ളു. അങ്ങനെ ഇവരായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹുവാന്റെ അമ്മയും ജിങ്ഷി ഇവളും കൂടെ ഒരേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഹുവാന് മാർക്ക് കുറഞ്ഞ സ്ഥിതിക്ക് ജിങ്ഷിയുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയ അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവന്റെ അച്ഛനാണ് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവനെ മൊത്തത്തിൽ അങ്ങ് നാണം കെടുത്തും. പക്ഷെ അവന്റെ അമ്മയാണ് എന്റെ മകൻ സ്പോർട്സിൽ ബെസ്റ്റാന്ന് പറഞ്ഞിട്ട് അവനെ കുറിച്ച് പൊക്കി പറയും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് അവന് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് ഇവള് കുറെ കരഞ്ഞോൻ ചോദിക്കും. അതിനുശേഷം അവളും അതൊന്നുമല്ല നാടകമെന്ന് ഇവനോട് പറയാൻ വരുമ്പം ഇവന് ഈ തവണ ഇവൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത് ഇത്രയും വിഷമമുണ്ട്, എങ്കിൽ പിന്നെ ജീവിതകാലം ഫുൾ ഇവൻ ലാസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്നത് ഇവൻ എപ്പോഴേ കരഞ്ഞ് മുടിഞ്ഞു എന്ന് പറയും. അങ്ങനെ
ഇതുകൊണ്ട് ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യാന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൂടാതെ അവന് ശീശ ഇഷ്ടമായതുകൊണ്ട് ഇവള് ശീശയായിട്ട് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ആയെന്ന് ചോദിക്കും. അത് കേട്ട് അവളാണ്, അതിനെക്കുറിച്ച് നീ ഇപ്പൊ തിരക്ക്, സ്കൂളിൽ നീ എന്നെ കണ്ടപ്പോഴും എന്നെ അറിയാത്ത പോലെയല്ലേ കാണിച്ചത്. എന്നിട്ട് അവളും തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ ഇവള് മിണ്ടാത്തോണ്ട് അവന് മിണ്ടാതെന്ന് പറയും. എന്നിട്ട് ഇപ്പൊ ഇവള് ശീശയായിട്ട് ക്ലോസ് ആണെന്ന് അറിഞ്ഞ് അവൻ കുറച്ച് സന്തോഷത്തിരിക്കുമ്പോൾ അവിടെ നിന്ന് അവന്റെ അച്ഛനാണ്, നീ ഹുവാനായിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവനാണ്, ഞങ്ങളിപ്പോ കട്ട ഫ്രണ്ട്സായി എന്ന് പറഞ്ഞ് നാളെ തൊട്ട് ഇവന്റെ കൂട്ടുകാരൻ സോങ്ങിന്റെ കൂടെ ഇവർ 3 പേര് ഒരുമിച്ച് സ്കൂളിൽ നടന്നു എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അമ്മയാണ് സന്തോഷത്തി, എങ്കിൽ പിന്നെ ഹുവാൻ അതായിരിക്കും സേഫ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവന്റെ കൂട്ടുകാരെ സോങ് ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് വാങ്ങിക്കുന്നതിനാണെന്ന്. അതുകൊണ്ട് ജിങ്ഷിയും പറയും അവൻ വേണേൽ സോങ്ങിനോട് പറഞ്ഞ് ഇവളുടെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാന്ന്. അതിനുശേഷം അടുത്ത ദിവസം അവളും താമസിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവള് ചാടി വന്നിരിക്കുന്ന സോങ്ങിന്റെ ഫ്രണ്ടില്ല. അങ്ങനെ അവൻ ഇവൾ ഓടി വരുന്നിട്ട് ഇവിടെ മൊത്തം ഞെട്ടിപ്പോയിരിക്കും. കൂടാതെ അവന്റെ ഫേസിൽ ഒരു ചെറിയ ഷൈനസ് ആണ്. അതിനുശേഷം അവിടേക്ക് വരുന്ന ജിങ്ഷിയാണ് ഇതെന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാന്ന് പറഞ്ഞിട്ട് അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പിനാണ് ഇത് മനസ്സിലാക്കുന്ന സോങ്ങും ഇവള് കാരണമാണ് നീ തവണ ലാസ്റ്റ് വരത്തെന്ന് പറഞ്ഞിട്ട് അവന്മാർ രണ്ടും കൂടെ സീക്രട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവള് അവന്മാർ കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കുമ്പോൾ ജിങ്ഷി ഇതെന്തൊരു ഫുഡ് എന്ന് പറഞ്ഞ് അവനെ കളിയെ കൊണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് അവള് സോങ്ങിന് ഇഷ്ടമല്ല തരാൻ പറയുമ്പോൾ അവൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ഒരുമിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പിനാണ് ജിങ്ഷിയും ഇവന് സമയമുണ്ട് ഹുവാന്റെ പഠിത്തത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നറിഞ്ഞ് അവരെ പഠിപ്പിക്കാൻ സമ്മതിക്കുമ്പോൾ ജിങ്ഷിയെ സന്തോഷത്തി ഇപ്പൊ തന്നെ അവന് താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവരുടെ അവന് സാറായിട്ട് കാണും. അങ്ങനെ അതിനുശേഷം അവനും ഇവളിപ്പന്റെ ഒരു കൊച്ചളിയനാന്ന് പറഞ്ഞ് കളിയെ കൊണ്ടുപോകുമ്പോൾ അവൻ ആരാടാ നിന്റെ അളിയെന്ന് പറഞ്ഞ് അവന്റെ പുറയിട്ട് ഓടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ 3 പേര് ഒരുമിച്ച് ഇപ്പൊ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരവിടെ ശീശയെ കണ്ടുമുട്ടും. അതിനുശേഷം അവളും നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഹുവാനും ഞങ്ങളെല്ലാം ഒരേ ഏരിയയിലെ താമസിക്കുന്നതെന്ന് പറയും. അങ്ങനെ ശീശി ഇപ്പൊ സോങ്ങിനെ പരിചയപ്പെടുമ്പോഴാണ് അവന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇരുമ്പ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഹുവാനും ഒരുമിച്ച് പഠിച്ചിട്ടാണ് നിങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞ് അവൾ അവരായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ജിങ്ഷിയാണ്, നീ പഠിച്ച സ്കൂൾ പോലെ 5-6 പിള്ളേരെന്നല്ലേ ഇവിടെ കുറെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് അവളായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സോങ് ആണ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പോഴാണ് ജിങ്ഷിയും നിനക്ക് അവളെ സപ്പോർട്ട് ചെയ്യാണ് എങ്കിൽ പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ ഇവന്മാരുടെ ക്ലാസ് നല്ലോണം പഠിക്കാത്തവരായതുകൊണ്ട് സോങ് അവിടേക്കൊന്നും വരാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം അവൻ അവന്റെ ക്ലാസ്സിലെ ടോപ്പറാ. അങ്ങനെ ഇവിടെ ശീശിക്കാണ് സോങ്ങിനോട് ക്രഷ് ഉണ്ട്. പക്ഷെ അവൻ അങ്ങനെ അവളെ കാണത്തൊന്നുമില്ല. അതിനുശേഷം ഇവിടെ ക്ലാസ് വെച്ച് ഒരു കണ്ണാടി ഇടിച്ചവർക്ക് എല്ലാത്തിനും ആൻസർ പറയുമ്പോൾ സാറ് നീ ആൻസർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹുവാൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അവിടുത്തെ പിള്ളേരെല്ലാരും കൂടെ കളിയായിക്കൊണ്ടിരിക്കും. ഇതിനുശേഷം അന്ന് വൈകിട്ട് ജിങ്ഷിയും പുറത്ത് പ്ലേ സ്റ്റേഷൻ ചെന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന സോങ്ങും നമുക്ക് പഠിക്കാന്ന് പറഞ്ഞിട്ട് ഗെയിം കളിക്കുമെന്ന് അളിയാന്ന് പറഞ്ഞ് അവനെ കമന്റ് സ്റ്റഡി കളിക്കും. പക്ഷെ ജിങ്ഷിയാണ് പേടിച്ചിട്ട് ഞാൻ അവളെ പഠിപ്പിക്കാനും പറഞ്ഞ് അല്ലാതെ എന്നെയല്ല, എനിക്കിനി ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ട്, ഞാനെന്നില്ല എന്നിട്ട് ഇവൻ അവനെ അങ്ങ് പറഞ്ഞയക്കും. അതേസമയം ഇവിടെ ഹുവാന് വീട്ടിലിരുന്ന് പിള്ളേരിലെ ഇവളുടെ ഇംഗ്ലീഷ് പറച്ചിലായിട്ട് കളിയാക്കുന്നുണ്ട്. ഇവള് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവള് വീടിന്റെ പുറത്തൊക്കെ ഇരുന്ന് ഹെഡ്സെറ്റ് ഇട്ട് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണാൻ വരുന്ന സോങ് ആണ് ഇവളിന്ന് ക്ലാസ്സിലെ കളിയാക്കിയ കാര്യമൊക്കെ അവൻ അറിഞ്ഞിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവന് സ്മൈൽ ചെയ്തോണ്ട് അടുത്തേക്ക് ചെന്ന് നമുക്കിപ്പോ പഠിക്കാൻ പോകുന്ന പറഞ്ഞ് അവളെ വിളിക്കും. അങ്ങനെ അതിനെ ശിവളാണ് എങ്കിൽ പിന്നെ ജിങ്ഷി എന്താ വരാത്തെന്ന് പറഞ്ഞ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം ചോദിക്കുമ്പോൾ സോങ്ങും ഇവൾ ഇംഗ്ലീഷ് പറഞ്ഞ് അവന്റെ ഫ്രണ്ട് നാണം കെടായിരിക്കാൻ വേണ്ടി അവൻ വരുന്നില്ലെന്ന് പറഞ്ഞ കാര്യം പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇന്ന് അവള് ക്ലാസ് വെച്ച് തെറ്റിച്ച കാര്യങ്ങളൊക്കെ ഇവൾക്ക് നല്ലോണം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് വെച്ച് ഇവള് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ബുക്ക് എടുക്കുമ്പോഴാണ് ഇവളാണ് അറിയാതെ സോങ്ങിന്റെ ബുക്ക് കൊണ്ടുവന്നാണ്. അങ്ങനെ അതുകൊണ്ട് അത് കൊടുക്കാൻ വേണ്ടി അവന്റെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ശീശിക്ക് അത് കണ്ടിട്ട് കുറച്ച് അപ്സെറ്റ് ആകും. കാരണം ഹുവാൻ അവനായിട്ട് അടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ സോങ്ങും അവന്റെ ക്ലാസ് ടീച്ചറായിട്ട് ആ മാത്സ് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കുന്നില്ലെന്ന് പറയും. പക്ഷെ അവന്റെ സാറാണ് നീയല്ലാതെ വേറെ ആര് പങ്കെടുക്കുന്ന പറഞ്ഞ് അവനെ ഫോഴ്സ് ചെയ്ത് ആ കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കും. അതേസമയം ഇവൻ അന്വേഷിച്ച് ഹുവാന് ബുക്കായിട്ട് വരുമ്പോഴാണ് ആ ക്ലാസ് പഠിക്കുന്ന ആരും തന്നെ തിരിഞ്ഞു പോലെ സംസാരിക്കത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സോങ് തന്നെ ഇവളുടെ നിന്ന് ബുക്ക് വാങ്ങിക്കും. അപ്പോഴായിരിക്കും ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെങ്കൊച്ചും നീ മാത്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പിന്നെ ആ സീറ്റ് എനിക്കെങ്കിലും താന്ന് പറഞ്ഞിട്ട് അവൾ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് അങ്ങ് പോകും. അതിന് ശവനാണ് ഇവളോട് ഇവർക്ക് ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉള്ളതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവർ വീട്ടിൽ പോകാൻ പറയുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല, നീ വരുന്നവർ വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതിനുശേഷം സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഹുവാന് വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അതേസമയം വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിളെല്ലാം ഈ ഹുവാൻ ഇവിടെ വന്നപ്പോൾ തന്നെ സോങ്ങിന്റെ ക്ലാസ്സിൽ ചെന്ന് ഷോയെ കാണിച്ചെന്ന് പറയും. അങ്ങനെ അവൾ മനഃപൂർവ്വം ബുക്കൊക്കെ എടുത്ത് വെച്ച് അവനെ അട്രാക്ട് ചെയ്ത് നോക്കുന്ന ഒരു ചീപ്പായിട്ട് പെങ്കൊച്ചാന്ന് പറഞ്ഞ് അവളെ കുറിച്ച് മോശമായിട്ട് കുറെ പറയും. കൂടാതെ ജിങ്ഷിയുടെ പുറയിലും പോകാന്ന് പറഞ്ഞ് അവളുടെ ക്യാരക്ടറിനെ ഇല്ലാതാക്കുമ്പോൾ അതേസമയം ഇത് കേൾക്കുന്ന ജിങ്ഷിയും അവളുടെ പുറയിൽ ഇങ്ങനെ മോശമായിട്ട് പറയാൻ നിങ്ങൾക്കൊന്നും നാണയില്ലെന്ന് അറിഞ്ഞ് അവന് ചുമ്മാ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു പയ്യനും ദേഷ്യത്തി അവളെ കുറിച്ച് പറഞ്ഞ് നിനക്ക് എന്തിനാണ് ദേഷ്യം വരുന്നതെന്ന് അറിഞ്ഞ് ഇവനായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ജിങ്ഷിയും ഹുവാൻ എന്റെ ഫ്രണ്ടാ, അതുകൊണ്ട് അവളെ കുറിച്ച് നീ പറഞ്ഞ പിന്നെ ഞാൻ നോക്കി നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അവരെയൊക്കെ അങ്ങ് പേടിപ്പിച്ച് പറഞ്ഞേക്കും. അതിനുശേഷം ഇതെല്ലാം കേട്ട് ഹുവാനും കുറച്ച് കരഞ്ഞോണ്ട് അവള് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവനാണ് അപ്പൊ ഇത്ര സമയം ഇതെല്ലാം കേട്ട് ഇവൾ അകത്തിരുന്ന് കരയണം ചെയ്യിക്കും. അതിനുശേഷം അവളും ഞാൻ കരയൊന്നുമില്ല
വന്നില്ലായിരുന്നു, ഒരേശ് നീ വന്നില്ലായിരുന്നെങ്കിൽ അവരെ കടിച്ച് പഞ്ഞി കിട്ടേനെന്ന് പറഞ്ഞ് അവന് വിശ്വസിക്കാൻ പറഞ്ഞ് പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം പരീക്ഷ കഴിഞ്ഞിട്ട് സോങ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവന് ലേറ്റായതിന് ഇവരോട് സോറി പറയും. അപ്പിനാണ് ജംഗ്ഷൻ നീ ലേറ്റായതുകൊണ്ട് ഹുവാനെ കുറെ പ്രശ്നങ്ങളുണ്ടായെന്ന് അറിഞ്ഞ് അവളോട് സോറി പറയാൻ വേണ്ടി പറയുമ്പം ഇവന് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച കാരണം നിനക്കെല്ലാം ഭക്ഷണം ഉണ്ടാകും ചോദിക്കും. അപ്പിനാണ് അവളും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ട് ഇവനോട് ആ കാര്യമൊന്നും പറയത്തില്ല. അതിനേശ് അവനാണ് എങ്കിൽ പിന്നെ നാളെ തൊട്ട് ഞാൻ നിനക്ക് ട്യൂഷൻ എടുക്കാന്ന് പറയുമ്പം അവളും പരീക്ഷ ഉണ്ട് ഇവനോടാന്ന് ചോദിച്ചാൽ അല്ലാതെ ഇനി ട്യൂഷന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൾ വീട്ടിലേക്ക് അങ്ങ് പോകും. പക്ഷെ ഇവനാണ് അവളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറെ ആഗ്രഹമുള്ള, അതുകൊണ്ട് അവന് കുറച്ച് സങ്കടമായി. അങ്ങനെ ഇവള് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് മെസ്സേജ് ഇട്ടേക്കും അവർക്ക് ഓവർ ടൈം വർക്ക് ഉള്ളതുകൊണ്ട് വീട്ടിൽ വരാൻ കുറെ ലേറ്റ് ആവുന്നു. അങ്ങനെ അതുകൊണ്ട് ഫുഡ് ഇവളെ ജിങ്ഷയുടെ വീട്ടിൽ ചെന്ന് കഴിക്കാൻ വേണ്ടി പറയും. കാരണം ഇവളുടെ അമ്മ മുമ്പേ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിനേശ് ഇവളും കിച്ചനും എല്ലാം ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവളുടെ അച്ഛനെ ഫോൺ വിളിച്ച് ഇവള് സുഖമാണോ ഫുഡേ കഴിച്ചാൻ ചോദിക്കും. അതിനേശ് അവളും ഞാൻ ഫുഡേ കഴിച്ചെന്ന് പറഞ്ഞിട്ട് അവളുടെ പുതിയ സ്കൂളിൽ കിടിലാന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ കുറെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ജിങ്ഷയുടെ അമ്മയാണ് ഹുവാൻ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവൾ മെസ്സേജ് വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ സോങ് അതുകൊണ്ട് അവൾക്ക് മെസ്സേജ് അയച്ച് അവൾ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് അവൾ ഞാൻ എപ്പോഴേ ഫുഡ് കഴിച്ച് എനിക്കൊണ്ട് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവള് കള്ളം പറയും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് സോങ് ആണ് ആൻറ്റി അവൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ കാര്യം പറയും. അങ്ങനെ അതിനേശം അവളും ഇന്ന് സ്കൂളിൽ പിള്ളേർ പറഞ്ഞേ കേട്ട് വിഷമിച്ച് പുറത്ത് ഓടാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ജിങ്ഷാനെ ഇവള് ഫോൺ വിളിച്ചിട്ട് ഇവളിപ്പോൾ എവിടാൻ ചോദിക്കും. അങ്ങനെ അവളും വീട്ടിലാന്ന് കള്ളം പറയുമ്പം അവന് വീട്ടിലാണെങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ലൈറ്റ് ഒന്നും കത്താതെയും ചോദിക്കും. കൂടാതെ സോങ്ങും ഇവളെന്ത് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇവൾ ഓക്കെ ആണെന്നറിയാൻ വേണ്ടി ഇവനെ ഫോൺ വിളിക്കാൻ പറഞ്ഞെന്നറിയും. അത് കേട്ട് അവളാണ് ഓ അങ്ങനാണോ എങ്കിൽ പിന്നെ ഞാൻ ഓക്കെ അല്ല, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ മുകളിൽ നിൽക്കുക, നീ എന്നെ ഇപ്പോൾ അവസാനം വിളിച്ച, ഞാൻ ഇവിടുന്ന് ചാടുവാണ്, പോലീസ് നിന്നെ ആയിരിക്കും ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇവളും തമാശ പറയുമ്പം അവനാണിത് കേട്ടിട്ട് ഓ എങ്കിൽ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യ്, എൻ്റെ അച്ഛൻ ഫയർ ഫോഴ്സിൽ വർക്ക് ചെയ്യുക, ഞാൻ ഇപ്പം തന്നെ വണ്ടിയായിട്ട് അവിടേക്ക് വരാം. എന്നിട്ട് ബെഞ്ച് ഇരിക്കുന്ന ഒരുത്തിയെ ആ വണ്ടി അങ്ങോട്ട് അങ്ങ് ഇടിച്ചിടും. എന്നിട്ട് അവന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് അങ്ങ് വരും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോകും. കാരണം അവൻ എപ്പോഴും ഇവിടാണ് ഫുട്ബോൾ ട്രെയിനിങ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ടർഫിൽ വന്നിട്ട് നീ എന്നെ ഇട്ട് കളിയാക്കുന്നതെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവള് മറ്റേ പിള്ളേർക്കെതിരെ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് താങ്ക്സ് അറിയും. അതിനേശം അവനും എൻ്റെ കൊച്ചുകളിനെ ഞാൻ രക്ഷിക്കാതെ പിന്നാര് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് അവന് പറയുമ്പോൾ തന്നെ ഇവളുടെ വയറ്റിന് സൗണ്ട് കേൾക്കും. അതുകൊണ്ട് അവനും ഫുഡ് കഴിക്കാൻ നീ ചുമ്മാ നാടകം കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫുഡ് വാങ്ങിച്ചാലെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അങ്ങ് പോകും. അതിനേശം അവളാണ് പുറകെ വന്നോണ്ട് നീ ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് എന്നെ എങ്ങോട്ടൊക്കെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പം അവന് ഞാൻ നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയും. അതിനേശം അവൻ അവളെ വിളിച്ചോണ്ട് വന്ന് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. അങ്ങനെ സോങ് വീട്ടിൽ നിന്ന് ഇവർ കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് വരുമ്പോഴാണ് ഹുവാനാണ് ഇത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവന്മാരോടൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവന്മാരും ഇത് ഞങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള ബേസാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവർ സംസാരിക്കുന്ന ആരും തന്നെ അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനേശം ഇവൾ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുക്കുമ്പം അവളും കഴിക്കാതിരിക്കുന്നുണ്ട്. ഇവന്മാർ രണ്ടുപേരാണ് സമ്മാനപ്പെടുത്തും സത്യത്തി സോങ്ങിന്റെ അമ്മയുടെ ഫുഡ് കിടിലും ടേസ്റ്റ് ആണ്, അതുകൊണ്ട് ഇതിനു മുമ്പ് ഇവൾ വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞാലും അതൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് ആ ഫുഡ് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇവർ മൂന്നിന് അവിടെ നിന്ന് സന്തോഷിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് താഴെ ഇരുന്ന് സോങ്ങിന്റെ അമ്മയും ഹുവാനും കൂടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഫുഡ് തികഞ്ഞില്ല, കുറച്ചും കൂടെ അവന്റെ അമ്മ കൊണ്ടുവരാന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഹുവാനും ഇതാണോ പേരൻസ് അറിയാത്ത സീക്രട്ട് പ്ലേസ് എന്ന് പറഞ്ഞ് അവൾ ഞെട്ടിപ്പോയിരിക്കും. അങ്ങനെ ജിങ്ഷിയും കുറച്ച് നാണക്കേടോടെ ഇവളോട് ഒന്ന് സംസാരിക്കാതിരിക്കുമ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയിട്ട് ഒരു പക്ഷേ ഇവള് കരഞ്ഞത് ഇവൻ ഇവിടെ നിന്നാണ് കണ്ടേന്ന് ചോദിക്കും. അങ്ങനെയാണ് സത്യത്തെ അവൾ കരഞ്ഞതെന്നില്ല, അത് ചുമ്മാ നാടകമാണെന്ന് ഇവനോട് പറയാൻ വരുമ്പം അവനാണ് അന്ന് വിശ്വസിക്കാതെ ഈ പെമ്പിള്ളാർ ഈ കാര്യം സമ്മതിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഈ കാര്യം മൂന്നാമതൊരാള് അറിയത്തില്ലെന്നറിയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സോങ് ആണ് അവള് കരഞ്ഞത് പറഞ്ഞ് നീ കളിയാക്കാതാളെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വന്നിരിക്കുമ്പം ജിങ്ഷിയാണ് പേടിച്ചിട്ട് മൂന്നാമതല്ല ഇനി നാലാമതൊരാൾ അറിയത്തില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതിനേശം അവനും ഇപ്പോഴാ ഞങ്ങൾ വീണ്ടും 3 പേരായിട്ട് ഈ സ്ഥലത്തുനിന്ന് കഴിക്കുന്നതെന്ന് അവനും പറയുമ്പം ഇതേട്ട് ഹുവാനാണ് എങ്കിൽ പിന്നെ ഇതിനു മുമ്പ് വേറൊരു വ്യക്തി ഇവരുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടോ ചോദിക്കും. അങ്ങനെ ജിങ്ഷിയും അതാരാണെന്ന് പറയണമെങ്കിൽ അവന് ഹോംവർക്ക് ഒരാൾ ചെയ്തു തരാൻ പറയുമ്പം അടുത്തിരുന്ന് സോങ് ആണ് ആ കാര്യം പറയും അത് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ടിയാനാണെന്ന്, അതായത് എല്ലാ ക്വസ്റ്റിനും ആൻസർ പറയുന്ന ആ കണ്ണാടിയിട്ട പയ്യൻ. അങ്ങനെ അവൻ ഇവരുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നത്, പക്ഷെ അവനായിട്ട് ഇപ്പൊ വലിയ കൂട്ടൊന്നുമില്ല. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഹുവാന്റെ അമ്മ വർക്കായിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട് ഇവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കാണത്തില്ല, അതുകൊണ്ട് അവളും കഴിക്കാതെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ സോങ് ആണ് അവന്റെ അമ്മ ഇവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നെ പറഞ്ഞ് ഇവളുടെയും കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ഭയങ്കര സന്തോഷത്തില്ല. അപ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷനാണ് ഇപ്പൊ തന്നെ ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ചോ, കാരണം നാളെ ഇവന്റെ അമ്മ ഉണ്ടായി തരുന്ന ഫുഡാണ് ഇവരെല്ലാം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതും പറഞ്ഞ് അവൻ അവളെ പേടിപ്പിക്കും. അങ്ങനെ ഓരോ ദിവസം ഇവർ
തമ്മി ഇങ്ങനെ ഫുഡ് ഷെയർ ചെയ്തോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ ക്ലാസ്സിൽ വെച്ചാണ് അന്ന് സോങ് ഇവൾക്ക് വേണ്ടി പെട്ടെന്ന് പരീക്ഷ ചെയ്തിട്ട് പോയ കാര്യമൊക്കെ ഇപ്പൊ ക്ലാസ് മതി എന്ന് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവളുടെ കൂട്ടുകാരി ശീശിയും ഇവൾക്ക് സോങ്ങും തമ്മിൽ അങ്ങനെ പ്രത്യേക ബന്ധമുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് ഹുവാനാണ് നീയും ബാക്കിയുള്ളവരെ പോലെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെന്ന് പറയും. അപ്പോഴാണ് അവൾ സന്തോഷപ്പെടുന്നത്. അങ്ങനെ അതിന് ഷീത്തവണെന്ന് പറഞ്ഞ ടെസ്റ്റ് പേപ്പറിൽ ഹുവാന് നല്ല മാർക്ക് കിട്ടുമ്പോഴാണ് ഒരേശ് സോങ് പഠിപ്പിച്ചോണ്ടാണോ ഇവൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചോദിക്കും. അങ്ങനെയാണ് ഇവളും കൂടെ ട്യൂഷൻ തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഹുവാൻ അവനോട് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ സോങ്ങിന്റെ വീട്ടിൽ വെച്ച് ഇവെല്ലാം ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിങ്ഷിയാണ് നമുക്ക് പുറത്ത് പോയി കളിക്കാന്ന് പറഞ്ഞിട്ട് സോങ്ങിനെ വിളിക്കും. പക്ഷെ അവൻ ഇപ്പോഴും ഹുവാന് ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവന് വരാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് ദേഷ്യത്തി ഇവൾക്ക് ഇപ്പൊ അവധി ദിവസങ്ങളിലും പഠിക്കണമെന്ന് പറഞ്ഞ് ഇവൾ അത്രയ്ക്കും ബുജ്ജായെന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സോങ്ങിന്റെ അമ്മയും നിനക്കും പഠിച്ചുകൂടെ എന്ന് പറഞ്ഞ് അവനെ കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇവൻ ഇനി ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. അപ്പോഴാണ് ഹുവാനും സോങ്ങിന്റെ അമ്മയുടെ ഫുഡ് അവളുടെ അമ്മയെക്കാളും പൊളിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ജിങ്ഷിയും എന്തായാലും സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ തന്നെ ഇവൾ പറഞ്ഞ കാര്യം അവളുടെ അമ്മയോട് പാരവയ്ക്കെന്ന് പറയും. പക്ഷെ സോങ് ആണ് അവളെ സപ്പോർട്ട് ചെയ്ത് ഇതിനുമ്പ് നീ നിന്റെ അമ്മയെ താഴ്ത്തി പറഞ്ഞിട്ട് അവളെ പോലെ ഈ ഫുഡ് പൊക്കി പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ജിങ്ഷിയും നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ എതിർത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്കാകും. അതുകൊണ്ട് ധൈര്യം ഉണ്ട് നീ മാത്രം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹുവാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അവൾ ഇംഗ്ലീഷിൽ കുറെ വാക്കുകൾ ഇട്ട് ഇവനായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതിനുശേഷം അവനും പുജിച്ചോണ്ട് ജസ്റ്റ് സോങ് 2-3 അക്ഷരം പഠിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാനും ഇംഗ്ലീഷ്കാരിയായെന്ന് പറഞ്ഞ് അവളിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ നടക്കുന്ന വഴക്കുണ്ട് അവൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഹുവാനാണ് എങ്കിൽ പിന്നെ ഞാൻ പോയി ശീശി വിളിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്ക് ചെല്ലുമ്പം ഇത് കേട്ട് ജിങ്ഷിയാണ് ഞെട്ടിപ്പോയി ശീശി ഇവിടെ പഠിക്കാൻ വരുന്ന അളിയാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ അളിയൻ അവരുടെ കൂടെ പഠിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവർക്ക് രണ്ടുപേർക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇത്രയും സമയം കളിക്കണം എന്ന് പറഞ്ഞ് ഇവനാണ് ഇവിടെ പഠിക്കാൻ കുത്തിയിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സോങ്ങിന്റെ അമ്മയും ഇവർ കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അവർ പടം ധൃതിയോടെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇത് കാണുന്ന ശീശിയും ഒരു ഞാൻ വന്നോണ്ടാണോ ഇവന്റെ അമ്മ പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവള് സോറി പറയും. അപ്പോഴാണ് സോങ്ങും അതുകൊണ്ടൊന്നല്ല അവന്റെ അമ്മ അപ്പുറത്തെ ആന്റീസിന്റെ കൂടെ ലുഡോ കളിക്കാൻ പോയതാന്ന് പറയും. അങ്ങനെ ശീശിയും ഇവരുടെയൊക്കെ പേരൻസ് അത്രയും ക്ലോസ് ആണെന്ന് അറിഞ്ഞ ഉടനെ അവൾക്കത് വിശ്വസിക്കാനൊക്കത്തില്ല. കൂടാതെ ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ണാടിയിട്ട് പയ്യൻ ടിയാനും ഇവിടെ താമസിക്കുന്നെങ്കിൽ അവൻ മാത്രം ഇവിടെ ഇല്ലാത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഇവന്മാര് ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത് അവന്റെ അച്ഛനും അമ്മയും കൂടെ ഇവൻ സ്കൂളിൽ ഫസ്റ്റ് വന്നില്ലെങ്കിൽ അവനെ അടിച്ച് പൊട്ടിക്കും. അതേപോലെ തന്നെ ഇവിടെ അവന്റെ അമ്മയും നീ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നെങ്കിലും സ്കൂളിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് വരാത്തെന്ന് പറഞ്ഞ് അവനിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോങ് അവർക്കെല്ലാം ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ജിങ്ഷിയാണ് ആ ചാൻസ് യൂസ് ചെയ്ത് ശീശയോട് അടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സോങ് ആണ് ഞാൻ ഇപ്പുറത്തെ പേജാ പഠിപ്പിക്കുന്നത്, നീ എന്താണ് ഇപ്പുറത്തൊന്ന് എത്തി നോക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് മാറാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹുവാനും ശീശി ഏത് ഷാമ്പ് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവരൊക്കെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവസാനം ഇത് മനസ്സിലാക്കുന്ന സോങ് ആണ് സത്യത്തിൽ ഞാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് അവന് പിടി കിട്ടും. അതുകൊണ്ട് അവനും നിങ്ങളൊക്കെ പഠിക്കാനാണോ വന്നേന്ന് പറഞ്ഞ് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെല്ലാരും ഞങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാനാ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഹുവാനും ശീശിയെ കൊണ്ടാക്കാൻ വേണ്ടി താഴെ വരെ ചെല്ലുമ്പോഴാണ് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാർ വന്നേക്കുന്നത് ഇവൾ കാണും. അതേസമയം ശീശിക്കും ഇങ്ങനെ റിച്ച് ആയിട്ട് കാണിക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ അവളുടെ ഫാമിലി എപ്പോഴും ഇവളെ കാറിൽ തന്നെ പറഞ്ഞയക്കുന്നത്, കാരണം അവര് ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട് അടുത്ത ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടെ ഹുവാൻ അവളും കൂടെ പുറത്തുനിന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹുവാൻ ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ആ കാർ വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ശീശിയും കുറച്ച് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇവളെ വിളിക്കാൻ താമസിച്ച് വരുത്തുള്ളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ സന്തോഷത്തിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം പോകുന്നതിന് മുമ്പേ അവള് ഹുവാന് ഗിഫ്റ്റ് ആയിട്ട് മറ്റേ വില കൂടിയ ഷാമ്പു എടുത്തു കൊടുക്കും. പക്ഷെ ഇത് കാണുന്ന ഹുവാനാണ് പേടിച്ച് ഞാൻ ചുമ്മാ ചോദിച്ചുള്ളു അല്ലാതെ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ നീ എന്നെ ഒരു ഫ്രണ്ടായിട്ടാ കണ്ടെങ്കിൽ നീ ഇത് വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് ശീശ അവളുടെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഹുവാനും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളും പോകുന്ന വഴിക്ക് ജിങ്ഷിയും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാതെ ആശുപത്രിയിലേക്ക് പോകുന്ന ഇവള് കാണും. അങ്ങനെ അതിനുശേഷം അവൾ വീട്ടിലേക്ക് ചെന്ന് അവളുടെ അമ്മയോട് ശീശയെ കുറിച്ച് പറഞ്ഞ് ആ ഷാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവളും എന്തായാലും തിരിച്ച് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഓറഞ്ചൊക്കെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിക്കോട്ടെ ചോദിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും അതൊക്കെ നീ എത്ര വേണേലും എടുത്തോ, ഇപ്പൊ നീ എന്റെ കൂടെ ടിയാന്റെ വീട്ടിലേക്ക് വരെ വാന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ ചെല്ലും. കാരണം ടിയാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയതുകൊണ്ട് അവന്റെ പാരന്റ്സ് ഇപ്പൊ ഒരു പാർട്ടി നടത്തുക. സത്യം പറഞ്ഞ അവർക്ക് ഷോ ഇറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരെയും വിളിച്ചിരുത്തി എന്റെ മകൻ ക്ലാസ് ടോപ്പറായെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ ഷോ കാണിച്ചോണ്ടിരിക്കും. കൂടാതെ ഹുവാന് മാർക്കില്ലാത്തോണ്ട് അവള് നാണം കേട്ട് അവിടെ ഇരിക്കുക. അവൾക്ക് ഇവിടേക്ക് വരാൻ പോലും ഇഷ്ടമില്ല. പക്ഷെ അവളുടെ അമ്മയാണ് അതൊക്കെ അവർ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഇവള് ഫോഴ്സ് ചെയ്ത് വിളിച്ചോണ്ടെന്ന്. അങ്ങനെ അതിനുശേഷം ജിങ്ഷിയും സോങ്ങും കൂടെ എവിടെ പോയെന്ന് പറഞ്ഞ് തിരക്കുമ്പോൾ ഇവിടെ ജിങ്ഷിയുടെ അമ്മയാണ് അവൻ എക്സ്ട്രാ ക്ലാസ് ഉള്ളതുകൊണ്ട് താമസിച്ച് വീട്ടിലേക്ക് വരുത്തുമെന്ന് പറയും. അപ്പോഴാണ് ഇത് ഓർക്കുന്ന ഹുവാനും അവൻ ക്ലാസ്സിനൊന്നും പോവാതെ ആശുപത്രിയിലേക്ക് പോകുന്നില്ല ഇവള് കണ്ടേന്ന് പറഞ്ഞ് അവൾക്ക് എന്തോ ഡൗട്ട് അടിക്കും. കാരണം അവൻ ആരോടും പറയാതെ ആശുപത്രിയിലേക്കൊക്കെ പോയ. അങ്ങനെ അതിനുശേഷം സോങ്ങിന്റെ
ഹുവാന്റെ അമ്മയും അവൻ സ്കൂൾ കഴിഞ്ഞിട്ട് വിദേശത്ത് പഠിക്കാൻ പോവാന്നറിയും. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാന്ന് അവന്റെ അമ്മയും പറയുമ്പം ഇവരുടെ സംസാരമെല്ലാം കേട്ട് ടിയാനും ഞാൻ റൂമിൽ ചെല്ലുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനെ ശപ്പത്തിന് ഹുവാൻ സ്ഥലം വിടാൻ നോക്കുമ്പം അവളുടെ അമ്മയും നീ ടിയാന്റെ അടുത്ത് കുറച്ച് സംസാരിക്കുന്നറിഞ്ഞ് അവരിൽ അവളെ അകത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ അതിനെ ഇവളും കുറച്ച് ശയ്യോടെ അവനോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പം അവനാണ് ഒറ്റവാക്കി നിനക്ക് പഠിത്തത്തിനെ കുറിച്ച് സംസാരിക്കുവാണ് സോങ്ങിനോട് സംസാരിക്കാം, അല്ലാതെ കളിച്ചും തിരിച്ച് സംസാരിക്കുവാണ് നിനക്ക് ജിങ്ഷയോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അവൻ അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് എന്തോ പറയുന്നറിയാതെ അവള് സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവനും എന്നെ പോലെ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ആർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിഞ്ഞ് അവന് ഫ്രണ്ട്സിനെ കിട്ടിയാൽ പോലും ഇവൻ വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട് അത് നിലച്ചിരിക്കാൻ സാധ്യതയൊന്നുമില്ലെന്നറിയും. അങ്ങനെ അതുകൊണ്ട് എല്ലാം വേസ്റ്റാന്ന് അവൻ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളപ്പോ സോങ്ങിനെ പോലെ തന്നെ ഇവന് വിദേശത്ത് പഠിക്കാൻ പോകണം ചോദിക്കും. അതോടെ അവനും പെട്ടെന്ന് സോങ്ങിനെക്കാളും ഞാൻ ഫസ്റ്റ് ആ തീരുമാനം എടുത്തെന്നറിഞ്ഞ് ഇവന് ജാട കാണിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ സോങ്ങിനെക്കാളും ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്ന സോങ് ആണ് നീ ഇപ്പൊ ട്യൂഷന് വരുന്നില്ലെന്ന് പറഞ്ഞ് അവളെ പഠിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതിനുശേഷം ഹുവാന് ബായ് പറഞ്ഞിട്ട് അവിടെ നോമ്പരാണ് അവളോടൊക്കെ അങ്ങനെ സംസാരിച്ചാലും ഇവൻ എപ്പോ നോക്കിയാലും പഠിക്കുന്ന അത്രയ്ക്ക് അവന് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവന്റെ ഫാമിലി ഫോഴ്സ് ചെയ്യുന്നുണ്ട് അവൻ എപ്പോഴും റൂമിൽ തന്നെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവിടെ പതിവ് പോലെ സോങ് അവരെയൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് ഇവിടെ ശീശിയും ഇന്നലെ അവളുടെ അമ്മ വഴക്കുറഞ്ഞ കോർത്ത് വെക്കും. അങ്ങനെ വീട്ടിൽ പോലും പറയാതെ അവൾ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് അവളുടെ അമ്മ പിയാനോ ക്ലാസ്സിന് പോവാതെ നിന്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടൊക്കെ ചുറ്റി കറങ്ങുന്നെന്ന് പറഞ്ഞിട്ട് അവളെ കുറെ വഴക്കുറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അതോർത്ത് ഇവളാണ് വിഷമിച്ച് ഇപ്പൊ ഇവരോടൊക്കെ ഇനി തൊട്ട് അവൾ ട്യൂഷന് വരാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം അവളുടെ അമ്മ നല്ല രീതിക്ക് ഫീസ് വാങ്ങിക്കുന്ന സാറ് നല്ലോണം പഠിപ്പിക്കുന്ന വിചാരിച്ച് ഇവളെ വിദേശത്ത് പറഞ്ഞയക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ സാറിനെ ഇപ്പോ അവളുടെ അമ്മ വിളിച്ചു വരുത്തിയേക്കാന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന ഹുവാനും നിങ്ങൾ എല്ലാരും എന്തോടെ വിദേശത്ത് പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ഇവരോടൊക്കെ ചോദിക്കും. അങ്ങനെ ടിയാന്റെ ആഗ്രഹം ഇതാന്ന് പറയുമ്പം ഇതേക്കുന്ന ജിങ്ഷിയും ആ വിദേശത്ത് പോകാനുള്ള പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയെന്ന് അറിയും. അങ്ങനെ അതിന്റെ അപ്സെറ്റ് ചുമ്മാ സോങ്ങിന്റെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി തള്ളിയതായിരിക്കും അറിയും. അങ്ങനെ അതിനേശം ഓരോരുത്തരും അവരുടെ ഡ്രീമിനെ കുറിച്ച് അറിയുമ്പോഴാണ് ഇവിടെ സോങ്ങിനാണ് ഒരു ഡ്രീമും ഇല്ലെന്ന് അറിയും. അപ്പോഴാണ് ജിങ്ഷിയും അല്ലെങ്കിൽ ഇവന്റെ അമ്മ ഇവന്റെ ഡ്രീമല്ല ഇപ്പോഴേ ഫിക്സ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് അവൻ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും അവൻ ഏത് ജോലിക്ക് പോകണമെന്നെല്ലാം അവന്റെ അമ്മയെ ഡിസൈഡ് ചെയ്യുന്നെന്ന് പറയും. അങ്ങനെ ഇതേക്കുന്ന ഹുവാനാണ് ഇത്രയും പ്ലാൻ ചെയ്ത ഒരു ജീവിതം ബോറിംഗ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവളും ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവരെല്ലാരും കൂടെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഹുവാനും നിങ്ങളെന്നെ തെറ്റിയിരിക്കല്ലേ, എന്റെ അപ്പൂപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വേണ്ടി ഒരാൾ തീരുമാനം എടുക്കാം, പക്ഷെ നമ്മളെ സന്തോഷം കൂടെ നോക്കണ്ടേ എന്നിന് ഇവളും പറയുമ്പം സോങ് ആണ് ആലോചിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ജിങ്ഷിയാണ് ഓ നടങ്ങിരേടി അവനൊരു ടോപ്പ് സ്റ്റുഡന്റ് അല്ലെങ്കിലും പഠിച്ചിട്ട് നല്ല കോളേജിൽ പോകുന്നതൊക്കെ അവന്റെ ആഗ്രഹമായിരിക്കും. അങ്ങനെ അതിനുശേഷം ശീശയെ കൊണ്ടാക്കാൻ വേണ്ടി ഇവരും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ജിങ്ഷിയും അവളുടെ പുറകെ തന്നെ നടന്ന് വരാൻ പോകുന്നവന്റെ ഫുട്ബോൾ മാച്ച് കാണാൻ ഇവള് വരുന്നോ ചോദിക്കും. അപ്പോഴാണ് അവളും ഇവനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ ആദ്യം പഠിച്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് അവനാണ് അപ്സെറ്റായി അവൾ പോകുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ സോങ് അവന്റെ അമ്മയായിട്ട് ചെന്ന് സംസാരിക്കുമ്പോഴാണ് അവരാണ് ഇവർക്ക് നല്ലോണം പഠിത്തം വന്നില്ലെങ്കിലും തന്റെ മോൻ നല്ലോണം പഠിച്ച് ലോകത്തിലെ ടോപ്പ് 5 കോളേജിൽ ചേരാൻ പോകാന്നറിഞ്ഞ് ഇവനെ കുറിച്ച് കുറെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവന്റെ ആഗ്രഹം വിദേശത്ത് പോയി പഠിക്കുന്നൊന്നല്ല, അവന്റെ അമ്മ പറയുന്നുണ്ട് മാത്രം അവരുടെ സന്തോഷത്തിന് ഇതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവന്റെ അമ്മ ഇവന് കഴിക്കാൻ വേണ്ടി വാൾനട്ട്സ് ഒക്കെ തരുമ്പം ഇവൻ ഇഷ്ടമല്ലാതെ അതൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും കുറച്ച് സമയം മുമ്പ് ഹുവാൻ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നത്, ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടക്കുന്ന ജീവിതം ഇവന് സന്തോഷം തരുമെന്ന്. കാരണം അവൻ ഇത് ഒട്ടും തന്നെ സന്തോഷമില്ല. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഹുവാന്റെ അച്ഛനും തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളാണ് ഭയങ്കര സന്തോഷത്തി നിങ്ങളെ കണ്ടിട്ട് എത്ര ദിവസമായി അച്ഛൻ പറഞ്ഞിട്ട് അവരോടൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ച് ഇവരും പുറത്തൊരു വാക്ക് പോകുമ്പോഴാണ് ഹുവാനും മറ്റുള്ളവരുടെ പാരന്റ്സ് ഒക്കെ അവരുടെ പിള്ളേർക്ക് വേണ്ടി കുറെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചേക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് ഇവരോട് ചോദിക്കുമ്പം അവർ രണ്ടുപേരും കൂളായിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ എന്ത് വേണമെങ്കിലും പഠിച്ചോ മോളെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവളാണ് എല്ലാവർക്കും ഡ്രീം ഉണ്ട് പക്ഷെ എനിക്ക് മാത്രം ഒന്നില്ലെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ കുറെ വെപ്രാളം പിടിക്കുമ്പം അവർ രണ്ടുപേരും കൂടെ പറഞ്ഞ് സമാനപ്പെടുത്തും അതൊക്കെ ആലോചിക്കാൻ കുറെ സമയമുണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് പതി ആലോചിച്ച് ഇവളെ തീരുമാനം എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നിങ്ങൾ പതി തന്നെ ആമയെ പോലെ ഓടി അവസാനം ജയിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ അവരോട് ചോദിക്കുമ്പം നിന്റെ ജീവിതകാല റേസ് ഒന്നുമില്ല, അതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളുടെ സന്തോഷവും ഹെൽത്ത് മാത്രം ആകെ ഇമ്പോർട്ടന്റ് അല്ലെന്ന് പറഞ്ഞ് അവളെ അങ്ങ് മിണ്ടാതാക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസമാണ് സോങ്ങും അവൻ കുറെ ആലോചിച്ച് നോക്കിയിട്ട് അവനിപ്പോ ടോപ്പ് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്ലാസ്സിൽ നിന്ന് മാറിപ്പോകുമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് സാറും നീ എന്തിനാണ് അങ്ങോട്ടേക്ക് മാറി നിന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കാതിരിക്കുമ്പം ഇവന് കുറെ ആലോചിച്ചിട്ട് ഈ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് സാറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Look at me sometimes like all you want to do is run. Hear me out, hear me out. If all the things you never show, there are the things I want.
slow